ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന അപ്ഡേറ്റ് ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായ മാർക്കസ് മെർഗുലാവോ നൽകിയിരുന്നു. അതായത് ഉടൻ തന്നെ ഒരു ഹെഡ് കോച്ചിനെ നിയമിക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല. പകരം തോമസ് ടോർസും ടി.ജി. പുരുഷോത്തമനും ചേർന്നുകൊണ്ടായിരിക്കും ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ബ്ലാസ്റ്റേഴ്സ് ലോങ് ടേമിലേക്ക് ഒരു മികച്ച പരിശീലകനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ താരങ്ങളെ കൊണ്ടുവരുന്നതിലും താരങ്ങളെ ഒഴിവാക്കുന്നതിലുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി ഇദ്ദേഹം അറിയിച്ചിരുന്നു. ഇത്രയും അപ്ഡേറ്റുകളാണ് മാർക്കസ് മെർഗുലാവോ നൽകിയിരുന്നത്. ചുരുക്കത്തിൽ കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുഖ്യ പരിശീലകനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോപ്പസ് ഹബാസ്, സെർജിയോ ലൊബേറ എന്നിവർക്ക് വേണ്ടിയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു. ചുരുക്കത്തിൽ യാതൊരുവിധ പ്ലാനുകളും ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെ ഇപ്പോൾ എക്സിലൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതായത് പരിശീലകനായ സ്റ്റാറയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് വളരെ വേഗത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു. കൃത്യമായ ഒരു പ്ലാനിങ് ഇതിന് പിറകിൽ ഉണ്ടായിരുന്നില്ല. ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അതല്ലെങ്കിൽ ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഞൊടിയിടയിൽ സ്റ്റാറയെ പുറത്താക്കിയത് എന്ന് വേണം നമുക്ക് കരുതാൻ. സ്റ്റാറയെ പുറത്താക്കി എന്നല്ലാതെ പകരം ആരെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഒരു പ്രോപ്പർ പരിശീലകനെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇടക്കാല പരിശീലകർക്ക് കൂടുതൽ അവസരം നൽകാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ ധൃതി പിടിച്ചുകൊണ്ട് ഒരു പരിശീലകനെ കൊണ്ടുവരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മറിച്ച് തോമസ് ടോർസിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ഈ സീസണിലേക്ക് ഇനിയിപ്പോൾ ഒരു പുതിയ പരിശീലകൻ എത്താനുള്ള സാധ്യത ഒരൽപ്പം കുറവാണ്. അടുത്ത സീസണിലേക്ക് ISL തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനെ കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഏതായാലും സ്റ്റാറയെ പുറത്താക്കി എന്നല്ലാതെ അതിനുശേഷം എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ നട്ടം തിരിയുന്ന ഒരു മാനേജ്മെന്റിനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.